നോട്ട് അസാധുവാക്കൽ നടപടി നേട്ടമായോ BJPക്ക് എന്നാണ് അടുത്തതായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ പി രാജീവ്, CPM ആണ് ഏറ്റവും ശക്തമായി ഈ നോട്ട് അസാധുവാക്കൽ നടപടി ജനവിരുദ്ധമാണ് എന്ന പ്രചാരണം നടത്തിയത്. ഈ UP അടക്കമുള്ള 5 സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ മറിച്ച് ചിന്തിക്കാൻ CPMനെ അത് പ്രേരിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഈ UPക്കകത്ത് നേരത്തെ വെങ്കടേഷൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കും. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അവരുടെ ദിവസ വരുമാനം എന്നുള്ളതും പ്രതിദിന ഉപഭോഗം എന്നുള്ളതും വളരെ ചെറിയ നിലയിൽ നിൽക്കുന്ന 100 രൂപയ്ക്ക് 20 രൂപയിൽ താഴെയുള്ള ആളുകളൊക്കെയാണല്ലോ കൂടുതൽ. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ നേരിട്ട് അത് ബാധിച്ചിട്ടുണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മുടെ സമ്പദ്ഘടനയിൽ ഇതിൻ്റെ ആഘാതങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ കർഷകർക്ക് നേരിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ വർഗീയ ചിന്ത വരുമ്പോഴൊരു പ്രശ്നമെന്നുള്ളത് ഇത്തരം സാമ്പത്തികമായ മാനങ്ങളെയോ ജീവിത യാഥാർത്ഥ്യങ്ങളെയോ ഒക്കെ മറന്നുകൊണ്ടുള്ള ഒരു കമ്മ്യൂണലായിട്ടുള്ള ചിന്തയ്ക്ക് പ്രാധാന്യം കിട്ടുക എന്നുള്ളത് ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ UP ഇലക്ഷനകത്ത് അത്തരം ചിന്തയ്ക്ക് ഒരു മുൻതൂക്കം വന്നു. ഇപ്പോൾ നേരത്തെ വെങ്കടേഷ് ചില കണക്കുകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി UPക്കകത്ത് മുസ്ലിം വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന വിശദമായിട്ടുള്ള ഒരു വിശകലനം തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവനപ്പുറത്തേക്കുള്ള പല ഘടകങ്ങൾ സ്വാധീനിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നാം നോക്കുമ്പോൾ 70%, 73 സീറ്റുകളിൽ 30% മുകളിൽ മുസ്ലിം വോട്ടുള്ള സീറ്റുകൾ തന്നെയാണ്. ഇനി സൂക്ഷ്മമായി നാം പരിശോധിക്കേണ്ട ഒരു ഭാഗമെന്നുള്ളത് ഇതിനകത്ത് എത്ര പോളിംഗ് വന്നിട്ടുണ്ട്. ഈ മണ്ഡലങ്ങൾക്കകത്ത് വയോജകരായിട്ടുള്ളൊരു വിഭാഗം വോട്ടെങ്കിൽ നിന്ന് മാറിയിട്ടുണ്ടോ? 2, വയോജകരായിട്ടൊരു വിഭാഗം ഇത്തരം വോട്ട് ചെയ്യാൻ BJPക്ക് തന്നെ വോട്ട് ചെയ്യാൻ നിർബന്ധിതരായിട്ടുണ്ടോ? മുസ്ലിം വോട്ടുകൾ എങ്ങനെയൊക്കെ ചിന്നിപ്പോയിട്ടുണ്ട്, ചിതറിപ്പോയിട്ടുണ്ട്. ഇത്തരം സൂക്ഷ്മമായിട്ടുള്ള വളരെ മൈക്രോ ഒരു അനാലിസിസ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളിൽ ഇത്തരം മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ ധ്രുവീകരണത്തിൻ്റെ ആഴവും ഭയപ്പെടുത്തലിൻ്റെ തോതും എത്രമാത്രം തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിഫലിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തേക്ക് വർഗീയ ചിന്തയുടെ ഒരു സ്വാധീനം തെരഞ്ഞെടുപ്പിനകത്ത് മുഖ്യ അജണ്ടയായി വരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഇതിനകത്ത് കാണേണ്ടതുണ്ട്. ഡിമോണിറ്റൈസേഷൻ്റെ ആഘാതം ആ രൂപത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മോഡിയുടെയും രാഹുലിൻ്റെയും അതുപോലെ തന്നെ അഖിലേഷിൻ്റെയും എല്ലാം പ്രചാര വേലകൾക്കകത്ത് അത്തരം കാര്യങ്ങൾ എത്രമാത്രം വന്നിട്ടുണ്ട്, അതിനെതിരായിട്ടൊരു ബദൽ നയങ്ങൾ എത്രമാത്രം അവിടെ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 സംവിധാനത്തിൻ്റെയും കൂട്ടുചേരലിനുള്ള ഒരു ജനങ്ങൾക്കിടയിൽ വിശ്വാസമില്ലായ്മ ഒരു ഘടകം. ഞാൻ നേരത്തെ ആൻറ്റി ഇൻകംബൻസിയുടെ ഫാക്ടറിൻ്റെ 2014 താരതമ്യപ്പെടുത്തുകയുണ്ടായി. അത്തരം ഘടകങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഈ അനുഭവം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കാമല്ലോ, ഡിമോണിറ്റൈസേഷൻ്റെ തന്നെ വന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും വരുമല്ലോ. അതിലെല്ലാം ഒരു ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിനകത്ത് കൂടുതലായി പ്രതിഫലിച്ചായി കാണാൻ കഴിയുന്നത്. ഈ നോട്ട് അസാധുവാക്കിയതിനു ശേഷം പല സ്ഥലങ്ങളിലായി തെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി, ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു പൊതു സ്വഭാവം നോക്കിയാൽ BJPക്ക് അനുകൂലം തന്നെയായിരുന്നു. പിന്നെ UPയിൽ എന്തായാലും ദൈനംദിന ജീവിതത്തിൽ ഇതെല്ലാം പ്രകടമായിട്ടുണ്ടാകും. അപ്പോൾ ഇതെത്ര സജീവ ചർച്ചയായി, ബദൽ മാർഗങ്ങൾ എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടു, അതിനപ്പുറം ഭയമാണോ നിർണയിച്ചത്? ഇതൊക്കെ ആയിരിക്കുമ്പോൾ പോലും ഒരു ജീവൽ പ്രശ്നം എന്ന നിലയിൽ നോട്ട് അസാധുവാക്കൽ ഓരോരുത്തരുടെ ജീവിതത്തെയും ബാധിച്ചിട്ടുണ്ടാകും. അതെങ്ങനെയാണ് അവരുടെ ജനവിധിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിലയിരുത്താൻ കഴിയുന്നുണ്ടോ? ഈ ജനവിധി പരിശോധിക്കുമ്പോൾ മോദിക്ക് അനുകൂലം തന്നെയാണ് ജനത്തിൻ്റെ ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടിനോടുള്ള സമീപനം എന്ന് കരുതാമോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നോട്ട് അസാധുവാക്കിയപ്പോൾ വലിയ രീതിയിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പ്രകടമായി കരുതിയിരുന്നതും പറഞ്ഞതും പാർലമെൻറ്റിനകത്തും പുറത്തുമെല്ലാം പറഞ്ഞത് ഇതിനെതിരായിട്ടുള്ള വലിയൊരു ജനകീയ മുന്നേറ്റമുണ്ടാകും. അവരുടെ കാൽക്കുലേഷനിൽ ഇത് വലിയ വിഭാഗം ജനങ്ങളെയും വലിയ രീതിയിൽ ബാധിച്ചു എന്നാണ്. UP ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ ഒന്നാണ്. അവിടുത്തെ BJPയുടെ ഒരു വിജയം, അതിന് ആൻറ്റി ഇൻകംബൻസിക്കെതിരായിട്ടുള്ള വിജയം ഉണ്ടാകാം, ഒരു ധ്രുവീകരണത്തിൻ്റെ ആസ്പെക്റ്റ് ഉണ്ടാവാം. പക്ഷേ ഒരു നോട്ട് അസാധു BJPക്ക് എതിരായിട്ട് ജനങ്ങളുടെ ഒരു രോക്ഷാഗ്നി അവിടെ കണ്ടിട്ടില്ല.
ഉത്തരാഖണ്ഡ് മറ്റൊരു സംസ്ഥാനമാണ്. അവിടെ പ്രത്യേകിച്ചും ഹിൽ സൈഡുകളിലൊക്കെ വളരെയധികം പൈസ സാധാരണക്കാരെക്കാൾ കുറവ് കയ്യിൽ ഉണ്ടാകുന്ന ആളുകളാണ്. അവരുടെ വിഭാഗത്തിലുണ്ടായിട്ടില്ല. പഞ്ചാബിൽ പരാജയപ്പെട്ടു. എന്നാൽ ഗോവയിൽ ഒരു ഭരണത്തിൽ നിന്ന് കുറച്ച് സീറ്റ് പോയി. മണിപ്പൂരിൽ BJPക്ക് ഇല്ലാത്ത രീതിയിലുള്ളൊരു വളർച്ചയുണ്ടായി. അപ്പോൾ നോട്ട് വിഡ്രോ ചെയ്യുന്ന ഡിസിഷന് എതിരായിട്ട് ഒരു ജനകീയ രോക്ഷാഗ്നി ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രകടമാണ്. അതാക്കാനുള്ളൊരു ശ്രമം പ്രതിപക്ഷ പാർട്ടികൾ പോലും വഴിക്ക് വെച്ച് ഉപേക്ഷിച്ചത് ഒന്നെങ്കിൽ അത് നടത്താനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ അത് ചിലവാകുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്, നോട്ട് വിഡ്രോവലിൻ്റെ ഫലങ്ങളും അതിൻ്റെ ഇഫക്റ്റീവ്നെസ്സൊക്കെ എന്തായാലും നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ, പ്രധാനമന്ത്രി വളരെ ഇഫക്റ്റീവായിട്ട് ഇതിന് 2 രീതിയിൽ അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്തു. ഒന്ന്, ഒരു പ്രോ പുവർ പ്രൊജക്ഷൻ കൊടുത്തു. സാധാരണ കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷവും മറ്റ് പല റീജിയണൽ പാർട്ടികളാണ് എന്നും ഒരു പുവർ പാർട്ടിയും ഒരു പ്ലാങ്കുമായിട്ട് പോകാറുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ പല തീരുമാനങ്ങൾ കൊണ്ടും ഈ ഗവൺമെൻറ്റിനെ ഒരു പ്രോ ബിസിനസ്, പ്രോ റിച്ച് എന്ന രീതിയിലാണ് പ്രതിപക്ഷം പറഞ്ഞത്. അതിനെ കൗണ്ടർ ചെയ്ത് അദ്ദേഹം ഇഫക്റ്റീവായിട്ട് ഒരു പ്രോ റിച്ച് അല്ലെങ്കിൽ പ്രോ പുവർ ത്രസ്റ്റ് കൊടുത്തു. അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരായിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പാണ് എന്നുള്ള രീതിയിലും വലിയ രീതിയിൽ പ്രചാരണം നടത്തി. ഈ തെരഞ്ഞെടുപ്പിൽ UPയിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലും BJPക്ക് വലിയ രീതിയിൽ തിരിച്ചടി വരാത്തയും വലിയ വിജയമുള്ളപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ആൻറ്റി ഡിമോണിറ്റൈസേഷൻ വേവ് കണ്ടില്ല. അതെന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാക്കാം. അത് അനുകൂലമാക്കാനോ അതല്ലെങ്കിൽ അതിൽ പ്രതിരോധപ്പെടാൻ ഇല്ലാതിരിക്കാനോ ഉള്ള തന്ത്രം പ്രധാനമന്ത്രി നടത്തി, BJP നടത്തി. അത് വലിയ ഒരു രീതിയിൽ അവർക്ക് വിജയമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ശ്രീ NK പ്രേമേന്ദ്രൻ, ഇതിനെതിരെ ശക്തമായി പാർലമെൻറ്റിൽ ഉയർന്ന ശബ്ദങ്ങളിലൊന്ന് താങ്കളുടെ ഇതുമാണ്. ജനവികാരത്തിൽ അത് പ്രതിഫലിക്കപ്പെടുന്നില്ല? ഇല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. വളരെ വസ്തുനിഷ്ഠമായി തന്നെ ഈ സാമ്പത്തിക പ്രശ്നത്തെ രാഷ്ട്രീയമായി തന്നെ നമ്മൾ വിലയിരുത്തണം. കാരണം ഡിമോണറ്റൈസേഷൻ പോളിസിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും അതിനെതിരായിട്ടുള്ളൊരു ജനവികാരം കാര്യമായി പ്രതിഫലിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ചും ജനവികാരം കത്തി നിൽക്കുന്ന, കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നടന്ന മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, അതുപോലെ രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും കാര്യമായ പ്രതികൂലമായ പ്രതികരണം ആ കാര്യത്തിലുണ്ടായില്ല. അതിന് പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഡിമോണറ്റൈസേഷൻ പോളിസി പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ സത്യത്തിൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളുമൊക്കെ ആദ്യഘട്ടത്തിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ മതിയായ തയ്യാറെടുപ്പുകളോ കാര്യമായ അവധാനമായ ആലോചനയോ കൂടാതെയാണ് ഈ സംരംഭം നടപ്പാക്കിയിട്ടുള്ളതെന്നും ജനങ്ങളുടെ ദുരിതം വല്ലാതെ വർദ്ധിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇത് വളരെ നിക്ഷിപ്തമായിട്ടുള്ള ചില താല്പര്യങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയതാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അതിശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്നു വന്നത്. അപ്പം മൗലികമായി ഈ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിച്ചത്? ശരിക്കും നവംബർ 8 രാത്രി 8 മണിക്ക് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം, എൻ്റെ ഇപ്പോഴും ബലമായ വിശ്വാസം, നേരത്തെ മനോജ് പറഞ്ഞത് വളരെ വളരെ ശരിയാണ്, ഒരു പ്രോ പുവർ, ഒരു പാവപ്പെട്ടവൻ്റെ പക്ഷം നിൽക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് വരുത്തി തീർക്കാനും UP സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ അങ്ങനെ ഒരു നയപരമായ പരിഷ്കാരത്തിനോ അങ്ങനെ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് വന്നത്. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, അതിസമ്പന്ന വിഭാഗത്തോടും സമ്പന്ന വിഭാഗത്തോടുമുള്ള പൊതുവേ ഉള്ളൊരു മാനസികമായിട്ടുള്ള നിലപാട് നമ്മുടെ ഒരു പൊതു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വേണം ഈ കാര്യത്തിൽ വിലയിരുത്താൻ. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ UP സംസ്ഥാനത്തെ പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരുടെ കയ്യിൽ വളരെ പരിമിതമായിട്ടുള്ള സാമ്പത്തിക ശേഷി മാത്രമാണുള്ളത് എന്നുള്ളത് കൊണ്ട് അവർ കേൾക്കുന്ന പ്രത്യാഘാതങ്ങളുടെ ആഴം കുറവായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല,
അത് സ്വാഭാവികമായും അതിസമ്പന്ന വിഭാഗത്തിനെതിരായി, അഴിമതിക്കെതിരായി നടത്തുന്ന ഒരു വലിയ യുദ്ധമാണ് ഞാൻ എന്ന നിലയിൽ നല്ലതുപോലെ ക്യാമ്പയിൻ ചെയ്യാനും അത് ജനങ്ങൾ